നമ്മുടെ ഫേസിലെ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് യങ്ങാക്കി വെക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ തന്നെ സ്കിൻ ഒന്ന് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടും സ്കിന്നിലെ ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും ഈവൻ ടോൺ ആക്കി വെക്കാനായിട്ടൊക്കെ പറ്റുന്ന നല്ലൊരു ഫേസ് ടോൺ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനൊരു 3-4 ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ചേറെ തിരക്കായിപ്പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലെ ചുളിവുകളൊക്കെ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ തന്നെ സ്കിന്നിലെ ഡ്രൈനസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ ഒന്ന് സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ പറ്റുന്ന നല്ലൊരു ഫേസ് ടോണറിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു ഫേസ് ടോണർ നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഫേസ് ടോണറാണ്. ഈ ഒരു കാലാവസ്ഥയിൽ നമ്മുടെ ഫേസ് നന്നായിട്ട് ടാൻ അടിച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ എപ്പോഴും നന്നായിട്ട് ഡള്ളായിട്ടായിരിക്കും ഇരിക്കുന്നത്. ആ ഒരു ഡൾനെസ്സൊക്കെ മാറ്റിയിട്ട് സ്കിൻ ഒന്ന് ഈവൻ ടോണാക്കി വെക്കാനായിട്ടും ഒരു റീഫ്രഷ്നെസ് ഒക്കെ കൊടുക്കാനായിട്ടൊക്കെ പറ്റുന്ന നല്ലൊരു ഫേസ് ടോണറാണ്. നമുക്കിത് ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും. ഒരു 7 ദിവസത്തേന് നമുക്കിത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു ഫേസ് ടോണറാണ് കേട്ടോ. നിങ്ങൾ എന്താണെങ്കിലും ഒരു തവണയെങ്കിലും യൂസ് ചെയ്ത് നോക്കുക. എനിക്കിത് ഒരുപാട് ബെനഫിറ്റ്സ് തന്നിട്ടുള്ള ഒരു ഫേസ് ടോണറാണ്. ഒറ്റ തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പോൾ ഈ ഒരു ടോണർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് പച്ചരിയാണ്. അപ്പോൾ ഞാൻ ഒരു 3 സ്പൂൺ പച്ചരിയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ പച്ചരി നമ്മുടെ സ്കിൻ നന്നായിട്ട് യങ്ങാക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 3 സ്പൂൺ പച്ചരി തലേന്ന് തന്നെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തലേന്ന് വേണം നമ്മളിത് വെള്ളത്തിലിട്ട് വെക്കാനായിട്ട്. അതിനുശേഷം നന്നായിട്ട് ഇതേപോലെ നന്നായിട്ട് കഴുകിയെടുക്കുക. നല്ല പ്രസ് ചെയ്ത് തന്നെ തിരുമ്മി കഴുകിയെടുക്കണം കേട്ടോ. അന്നേരമാണ് ആ ഒരു വെള്ളത്തിന് കളറൊക്കെ ചേഞ്ച് ആയിട്ട് നല്ലൊരു വെള്ള കളറിലേക്ക് ആ ഒരു വെള്ളം വരുന്നത് കേട്ടോ. ഇതേപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് തന്നെ കഴുകിയെടുക്കണം കേട്ടോ. അതിന് ശേഷം നമ്മൾ ഒരു അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുക്കുക. അപ്പോൾ ഇതേപോലത്തെ ഒരു അരിപ്പ എടുക്കുക. അതിന് ശേഷം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അപ്പം ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പം ഞാൻ ഇതേപോലത്തെ ഒരു ബൗളിലേക്ക് ആ ഒരു വെള്ളം മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഗ്ലിസറിനാണ്. അപ്പം ഞാനൊരു 1/2 സ്പൂണോളം ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 സ്പൂൺ റോസ് വാട്ടറാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മളിത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫേസ് ടോണർ. നമ്മളിത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഉണ്ടാക്കിയതിന് ശേഷം കുറച്ചൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുക. തണുപ്പിച്ച് എടുത്തതിന് ശേഷം വേണം നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട്. എങ്കിലാണ് നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുക. അപ്പം ഞാനിത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതാണ്. നിങ്ങൾക്കും ഇതേപോലത്തെ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതിന് ശേഷം തണുത്തതിന് ശേഷം യൂസ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുന്നതാണ്. നിങ്ങൾക്കിത് മോർണിംഗ് സ്കിൻ കെയറിനോടൊപ്പവും നൈറ്റ് സ്കിൻ കെയറിനോടൊപ്പവും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമ്മൾ ഒറ്റ തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും. നമ്മുടെ സ്കിന്നിലെ ചുളിവുകളൊക്കെ മാറ്റാനായിട്ടും സ്കിൻ യങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. അപ്പം നമ്മുടെ ടോണർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മോർണിംഗ് സ്കിൻ കെയറിൻ്റെ കൂടെയും നൈറ്റ് സ്കിൻ കെയറിൻ്റെ കൂടെയും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന നല്ലൊരു ഫേസ് ടോണറാണ്. പിന്നെ ഞാനിത് കൈവച്ചിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പ്രേ ബോട്ടിൽ യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കാം. നിങ്ങൾ പുറത്തൊക്കെ പോയിട്ട് വെയിലൊക്കെ അടിച്ചിട്ട് വന്നവരാണെങ്കിൽ എന്താണെങ്കിലും ഈ ഒരു ഫേസ് ടോണർ യൂസ് ചെയ്യുക. നിങ്ങളുടെ ഫേസ് നന്നായിട്ട് റീഫ്രഷ് ചെയ്ത് വെക്കാനായിട്ടും അതേപോലെ തന്നെ നിങ്ങളുടെ ഫേസിലെ ഡൾനെസ് ഒക്കെ മാറ്റാനായിട്ടും ടാൻ റിമൂവ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളിത് തുടച്ചൊന്നും കളയാൻ പാടില്ല. അങ്ങനെ തന്നെ ഇരുന്ന് ഇത് അബ്സോർബായി പോകണം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് വീട്ടമ്മമാർക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു ഫേസ് ടോണറാണ്. അത്രയ്ക്ക് റിസൾട്ടാണ്. നമുക്കൊരു 7 ദിവസത്തേന് ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും. വളരെ ഈസിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.